ഹലോ വ്യൂവേഴ്സ്, ഇത് ഒമാൻ സേരീസ് പാർട്ട് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ചേച്ചി എന്നെ വിളിച്ചുണർത്തുന്നുണ്ട്. സോ രാവിലെ ഞാൻ എണീറ്റതിന് ശേഷം വെള്ളം കുടിച്ചു. കാരണം ഇവിടെ നല്ലപോലെ വെയിലും ചൂടും ഒക്കെയാണ്. വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആയി പോകും. അതുകൊണ്ട് വെള്ളം കുടിച്ചു. അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ പുറത്ത് പോയി. ഇത് നല്ല ബീച്ചാണിത്. ബീച്ച് അടിപൊളി ബീച്ചാണ്. പാർക്കൊക്കെ ഉള്ള ബീച്ചായിരുന്നു. നമുക്ക് ഷിപ്പൊക്കെ കാണാൻ പറ്റും. സോ ഇവിടെ രാവിലെ ചൂടും വെയിലൊക്കെ ആയാൽ നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. എങ്കിലും അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ നൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബീച്ചിൽ. ഇവിടെ രാവിലത്തെക്കാളും നൈറ്റ് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും. നമുക്ക് കുറച്ചും കൂടി വെയിൽ താഴ്ന്ന് നമുക്ക് കുറച്ചും കൂടി കാണാൻ പറ്റും. സോ അതിന് ശേഷം നമ്മൾ സലാല ആണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്പിൽ കുലകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നതും ചക്കയും ഫുൾ തെങ്ങും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പപ്പായയും ലേഡീസ് ഫിംഗറൊക്കെ കൃഷിയാണ് ഇവിടെ കൂടുതലും കാണുന്നത്. നമ്മളെ കേരളം പോലെ തന്നെയാണ് ഈ സ്ഥലവും, പക്ഷേ കേരളം അല്ല. അടിപൊളി സ്ഥലമായിരുന്നു ഇത്. GCC കൺട്രിയാണെന്ന് പറയത്തേ ഇല്ല ഇവിടെ കാണുമ്പോഴത്തേക്കും, ബട്ട് ഇറ്റ് ഈസ് ഒമാൻ. അപ്പോൾ നമ്മൾ ഫുഡ് നമ്മൾ റൂമിൽ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായി. നമ്മൾ കപ്സയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കൂടെ നല്ല ലോബ്സ്റ്റർ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ അമ്മ ഊണാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒമാനി ഹൽവ, അടിപൊളി ഹൽവയായിരുന്നു. ഇവിടുത്തെ ഒമാൻ സ്പെഷ്യലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.